ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഞാൻ ഇന്ന് ഇത്ര അയില കൂട്ടാൻ ഉണ്ടാക്കണത്, അയില പുളിയിട്ട് കറി വെക്കുന്നത് കാണിക്കാനാണ്. മുഴുവൻ മല്ലി, കുറച്ച് മുളക്, കാശ്മീരിയാണ്, 2 ഉലുവ, 2-3 ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, ഒരു ചെറിയ തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അരച്ചിട്ട് നമുക്കെല്ലാം കൂടിയാണ് അരക്കണം കേട്ടോ. നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട് അരക്കുവാണേ. ചൂടാക്കണം, ഒന്ന് അടപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അരക്കണം. അപ്പോൾ നന്നായിട്ട് അരയും, ആ ടേസ്റ്റ് വ്യത്യാസം വരും. എന്നിട്ട് നമ്മൾ ചട്ടി വയ്ക്കുന്നു, ഉലുവ പൊട്ടിക്കുന്നു, വേപ്പില ഇടുന്നു, പച്ചമുളക് ഇടുന്നു. അതൊന്ന് വാടിയതിന് ശേഷം നമുക്കിതെല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? മല്ലി, മുളക്, ഉലുവ, ചെറിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടി അരച്ചതാണ്. മിക്സാണ്. എല്ലാം കൂടി നമ്മൾ ചൂടാക്കി പൊടിച്ചതിന് ശേഷം അരയ്ക്കുന്നു. അരച്ചിട്ട് നമ്മൾ ഈ ചട്ടിയിലിട്ടിട്ട് മൺചട്ടിയിലിട്ടിട്ടാണ് കറി വെക്കുന്നത്. അതങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റി നമ്മുടെ ആ എണ്ണ തെളിഞ്ഞ് വരണം. ഉപ്പിടണം. എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് കുടംപുളിയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ചിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഇടണം. എരിവ് നമുക്ക് ആവശ്യത്തിന്, നമുക്ക് എന്തോരം ആവശ്യം ഉണ്ടോ അത്രയും. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്രയും എടുക്കാം കേട്ടോ. മീൻകറിക്ക് ഇച്ചിരി പുളിയും ഇത്തിരി ഉപ്പും ഇത്തിരി മുളകും ഒക്കെ കൂടിയിരിക്കുന്നതാണ് നല്ലത് ടേസ്റ്റ്. ഇത് ഇന്നുണ്ടാക്കിയിട്ട് നമുക്ക് നാളെ കഴിക്കണം, ഭയങ്കര ടേസ്റ്റായിരിക്കും. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് അത് ഒന്ന് വറ്റിയതിന് ശേഷം, കുറച്ച് വറ്റിയതിന് ശേഷം മീൻ നമുക്ക് പെറുക്കിയിടാം. മീൻ ഇട്ടിട്ട് തിളച്ച് വറ്റുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി താളിക്കാം. പക്ഷേ ഞാൻ താളിക്കുന്നില്ല, കുറേ വെളിച്ചെണ്ണ ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ആവശ്യത്തിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മീൻ കറിക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അടച്ചു വെച്ച് മീനൊക്കെ ഇട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പില, സ്വന്തം കരിവേപ്പിലയാണ്, നമുക്ക് ആവശ്യത്തിന് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും കഴിക്കാം. നാളെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ഫുൾ വീഡിയോ ഒന്ന് കാണണേ പ്ലീസ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, നല്ലത് വരട്ടെ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ വരാം കേട്ടോ. ഞാൻ കറി വെക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വരാം നാളെ. ഓക്കേ, ബായ്. കറിയുടെ ടേസ്റ്റ് നോക്കിയില്ല. ടേസ്റ്റ് നോക്കിയിട്ടേ നിങ്ങളും അഭിപ്രായം പറയണം കേട്ടോ. അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ. അഭിപ്രായം പറയണം. ഓക്കെ അല്ലേ? ബായ്. ഒന്നുകൂടി ബായ് പറയണേ കേട്ടോ. താങ്ക് യു.